ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോഴേ എന്നത്തെയും പോലെ ഇന്നൊരു അടിപൊളി കിടക്കാച്ചൊരു ടിപ്പ് പറഞ്ഞു തരാം. നമ്മളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്, ഞാൻ നേരത്തെയൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു ടിപ്പാണ്. ഇതേ അറബി പെണ്ണുങ്ങളെല്ലാം വെളുത്ത സുന്ദരിമാരൊക്കെ ആയിട്ട് ഇരിക്കുന്നതിൻ്റെ രഹസ്യം നിങ്ങൾക്കറിയാമോ? അതേ ഈ രഹസ്യങ്ങളൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർക്ക് കുറച്ച് സൗന്ദര്യമൊക്കെ ഉണ്ടടേ, ജന്മനാ കുറച്ച് ഓരോരുത്തർക്ക് ഓരോ സൗന്ദര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ ദൈവം. അതിൻ്റെ കൂടെ അവരും വിചാരിക്കുകയെ നമുക്ക് ഈ ഒരു ടിപ്പും കൂടെ ഒക്കെ ചെയ്താൽ ഇത്തിരിയും കൂടെ ഒരു സൗന്ദര്യവും സുന്ദരികളും ഒക്കെ ആകാമെന്ന് വിചാരിച്ച് അവരും ചെയ്യുന്ന ഒരു ടിപ്പാണ് ഇന്ന് നമ്മളും ചെയ്യുന്നത് കേട്ടോ. അപ്പോഴേ ഒരു 3-4 കൂട്ടം ഐറ്റങ്ങൾ മാത്രം മതി ഇതിന്. അത് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു സംഭവങ്ങൾ കേട്ടോ. അപ്പോഴേ ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ് ആ സംഭവങ്ങൾ. ആ കുഞ്ഞു സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് പച്ച റാഗിപ്പൊടി കിട്ടുമല്ലോ, നിങ്ങളുടെ നാട്ടിൽ ഇതിന് വേറെ എന്തൊക്കെയോ കൂരകം എന്നൊക്കെ പറയും. റാഗി പൗഡർ, പച്ച റാഗി പൗഡർ വേണം. പിന്നെ നമുക്ക് തേൻകുട്ടൻ അങ്ങേറ്റം ചെന്നു, എന്നാലും നമ്മുടെ ആവശ്യത്തിനൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് പുളിയില്ലാത്ത തൈര് ഇതിനകത്തിരിപ്പുണ്ട് കേട്ടോ, തൈര്. പിന്നെ വേണ്ടത് നാരങ്ങാനീര്. ഇത്രയും സംഭവങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു പായ്ക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോഴൊരു 15 മിനിറ്റ് മാത്രം നമുക്ക് ഇതിട്ട് നിന്നാൽ മതി. അപ്പോഴതേ നമ്മുടെ പച്ച റാഗി പൗഡർ, വറുത്ത പൊടിയും കിട്ടും കേട്ടോ, നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്നത് അതല്ല, ഇത് പച്ചപ്പൊടിയാണേ. അപ്പോഴതൊരു കുഞ്ഞ് സ്പൂൺ എടുക്കണം, ഒരു കുഞ്ഞ് സ്പൂൺ എടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് ഓരോരുത്തരെ ഇതിലേക്ക് തട്ടിമറിച്ചും കൊണ്ട് ഒഴിക്കാം കേട്ടോ. നിങ്ങളുടെ അളവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എടുത്തോളൂ. അപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുമാതിരി അളവുകളൊക്കെ അറിയാം. അപ്പോഴത്തേ തേൻ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് നാരങ്ങാക്കൂട്ടനെ കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം, ഇതൊക്കെ എളുപ്പത്തിന് ചെയ്യാൻ പറ്റിയ ടിപ്പുകളാണ്. മുഖം നന്നായിട്ട് വെളുക്കിയൊക്കെ ചെയ്യും കേട്ടോ. നിറം വയ്ക്കാൻ സൂപ്പറാണ് ഇത് കേട്ടോ. നിങ്ങൾക്ക് അറിയാമല്ലോ ഈ പായ്ക്കളുടെയൊക്കെ ഗുണം. നാച്ചുറലൊക്കെ ആയതുകൊണ്ട് തന്നെ അടിപൊളി റിസൾട്ട് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്ന പായ്ക്കളാണ് ഇത്. അപ്പോഴതേ കുറച്ച് ഇമ്മിനി നാരങ്ങ നീര്. ഇനിയാണ് നമുക്ക് നമ്മുടെ തൈര് കൂട്ടനെ ചേർത്ത് കൊടുക്കേണ്ടത് ഇതേ കേട്ടോ. തൈര് കൂട്ടനെ ചേർക്കാം. അങ്ങോട്ട് ഇരുന്ന് അങ്ങ് വെയിൽ കേട്ടോ. അപ്പോഴ് ഭയങ്കര ഒരു മങ്ങൽ പോലൊക്കെ. ഇത് വെട്ടം കൂടുതലുള്ളത് കൊണ്ടാണ് കേട്ടോ, മുറ്റത്ത് വെയിലൊക്കെ ഒരുപാടുള്ളത് കൊണ്ടാണ് എനിക്ക് തന്നെ തോന്നുന്നു. അപ്പോഴതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ പായ്ക്ക്. ആവശ്യത്തിന് തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് നിങ്ങൾ തൈരൊക്കെ ഒഴിച്ച് കൊടുത്തോണം. നമുക്ക് നോക്കാം, ഇത് മിക്സ് ചെയ്ത് നോക്കാം എത്ര വേണമെന്ന്. ഇത്തിരി അങ്ങ് കട്ടിയായിട്ട് ഇരിക്കരുത്, നമ്മുടെ മുഖത്ത് പുരട്ടാൻ പാകത്തിന് വേണം. ഇച്ചിരി കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തൈര് അല്ല, കട്ടത്തൈര് തീർന്നു. കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് കേട്ടോ, എന്ന് വെച്ചാൽ താമസം നമുക്ക് വരാം. കട്ടത്തൈരാകുമ്പോൾ വരാൻ താമസമുണ്ട്. അപ്പോഴിതേ നമ്മുടെ സംഭവമൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മുഖമൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മളിപ്പോൾ അയക്കിട്ട് കൊടുക്കുക. എന്നിട്ട് 15 മിനിറ്റ് ഇരുന്നതിന് ശേഷം കഴുകി മാറ്റുക. അടിപൊളിയാണ് കേട്ടോ, ഇറങ്ങിക്കാനൊക്കെ സൂപ്പറാണ്. പൊട്ടൊക്കെ ഇട്ടിട്ട് അവിടെ ഒരു പാട് പോലെ ചില പൊട്ടുകൾ, നമ്മൾ ഇതേമാതിരിയുള്ള ചില പൊട്ടുകൾ ഇടുമ്പോൾ ഇങ്ങനെ വെളുത്ത് വരും കേട്ടോ. അതത്ര ശരിയല്ല. അപ്പോഴിതേ ഫുള്ള് നമുക്ക് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഇതേപോലുള്ള നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ പുരട്ടണം കേട്ടോ. ഇനിയിപ്പം ഇത് നമുക്ക് ചൂട് കാലാവസ്ഥയ്ക്കും പറ്റിയൊരു പായ്ക്കാണ് കേട്ടോ. ഇനിയിപ്പം ചൂടല്ലേ, മഞ്ഞും ചൂടും ഒക്കെയാണ്. അതിന് പറ്റിയൊരു ടിപ്പും കൂടാണിത് കേട്ടോ. നിറമില്ലാതിരിക്കുന്നവരൊന്നും വിഷമിക്കേണ്ട, നിറമൊക്കെ ഉണ്ടാവും. നന്നായിട്ട് നമ്മളിത് തുടർച്ചയായിട്ടൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് പോയിക്കോളൂ. നന്നായിട്ട് നിറമൊക്കെ കിട്ടും. ഇച്ചിരി കാട്ടിക്ക് തന്നെ ഇട്ട് കൊടുത്തോളും.
1 സ്പൂൺ മതി കേട്ടോ, ഒരുപാടൊന്നും എടുക്കണ്ട. 1 സ്പൂൺ റാഗി പൗഡർ മതി. അത് തന്നെ ധാരാളം കേട്ടോ നമ്മുടെ മുഖത്ത്. നമുക്ക് ഇത് തന്നെ നമ്മുടെ കൈകളിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കൈയൊക്കെ നന്നായിട്ട് നിറം വെക്കാനൊക്കെ ഇത് സൂപ്പറാണ്. ഈ ഒരു പായ്ക്ക് നിറമൊക്കെ വെക്കാൻ എന്താ ഇനിയിപ്പോൾ ഈ ചൂടൊക്കെ അല്ലേ, അപ്പോൾ ഈ സ്കൂട്ടിലൊക്കെ സഞ്ചരിക്കുന്ന നമ്മുടെ ചേച്ചിമാർ ഒക്കെ എന്താ കൈയുടെയൊക്കെ നിറമൊക്കെ നമ്മൾ അല്ലെങ്കിൽ കയ്യുറയോ അതേപോലുള്ള എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ അതൊരു പരിധി വരെയൊക്കെ നമുക്ക് മാറിക്കിട്ടും. അല്ല നിങ്ങളതൊന്നും ഇടാത്തവരാണെങ്കിൽ കൈയുടെ ആ കളറ് മാറാനൊക്കെ സൂപ്പറാണ് ഇത് കേട്ടോ. യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഇതൊക്കെ ഇച്ചിരി ഒന്ന് പുരട്ടിക്കൊടുത്തോളൂ. സൂപ്പറാണ്, കിടുക്കാഴ്ചയാണ്. അതുപോലെയാണ് നമ്മുടെ മുഖത്തും ഇത് തേച്ച് നമ്മളൊരു 15 മിനിറ്റൊക്കെ ഇരുന്ന്. നല്ല തണുപ്പാണ്, അല്ലെങ്കിൽ തന്നെ നമ്മുടെ റാഗി പൗഡർ തണുപ്പല്ലേ. അപ്പോഴിതാ ഞാൻ ഇന്ന് കഴുത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നില്ല, ഇവിടെ വരെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇത്ര ഭാഗം വരെ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഒരുവിധം നന്നായിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കട്ടിക്ക് തന്നെ. അപ്പോൾ ഇനി നമുക്കൊരു 15 മിനിറ്റ് ഇരിക്കാം. ഞാൻ ഇടയ്ക്ക് ഇപ്പം രാത്രിയിലൊക്കെ അഥവാ നമ്മൾ പായ്ക്കിടാത്ത ദിവസമൊക്കെ ഞാനില്ലേ നമ്മുടെ റവയുടെ ഒരു ഇതുണ്ടല്ലോ, മിക്സ് ഉണ്ടല്ലോ, ഞാൻ നിങ്ങളെ ചെയ്ത് കാണിച്ചത് അതാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ നമ്മുടെ ആ നല്ല സോഫ്റ്റ് ആവും സ്കിന്ന്. ഞാൻ രാത്രി ചിലപ്പം പായ്ക്കാതെ ഒന്നും ഇടാതെ ഇരിക്കുവാണെങ്കിൽ അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. തൈരും നമ്മുടെ റവയും പഞ്ചസാരയും കൂടെയുള്ള മിക്സ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്, അതാണ് രാത്രി ഇടുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ലതാണ്, സൂപ്പറാണ് നമ്മുടെ മുഖമൊക്കെ കേട്ടോ. നല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായിട്ട് അപ്പോഴും തന്നെ അത് നമുക്ക് റിസൾട്ട് തരുന്ന ഒരു നല്ലൊരു കിടക്കാഴ്ച ഒരു ടിപ്പാണ് അത് കേട്ടോ. അപ്പോഴതേ ഞാൻ ഇത്രയും ഇട്ടിട്ടുള്ളൂ. ഇതേ ഫുള്ള് നമ്മുടെ തീർന്നു. ഇത്ര എടുത്താൽ മതി കേട്ടോ, ഇച്ചിരി കട്ടിക്കാൻ ഇട്ട് കൊടുത്തോളൂ. അപ്പോഴും നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മുഖമൊക്കെ കഴുകിയതിന് ശേഷം സൂപ്പ് വരാം കേട്ടോ. അതുവരെ ഇരിക്കട്ടെ. ഇപ്പം വെയിലായില്ല, വെയിലൊക്കെ ആകുമ്പോഴത്തേന് നമ്മളങ്ങ് രാവിലെ ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോഴിതാ നമ്മൾ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതേ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായി, നല്ല ഒരു ഗ്ലേസിങ് ഒക്കെ തോന്നി. എനിക്ക് മാത്രം തോന്നിയതാണോ എന്തോ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറയണം. പക്ഷേ എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല കേട്ടോ, ഒരു വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക. അതേ കവിളൊക്കെ ചുമന്ന് തൊടുക്കും കേട്ടോ. അപ്പോൾ അറബി പെണ്ണുങ്ങൾ മാത്രം ഇങ്ങനെ സുന്ദരികളായിട്ടൊക്കെ നടന്നാൽ മതിയോ, നമുക്ക് സുന്ദരികളാവേണ്ടേ? അപ്പോൾ നിങ്ങൾ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ചെയ്ത് നോക്കുക. നമുക്ക് ഒരാഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി റിസൾട്ട് വരുന്നതാണ്, കിടുക്കാഴ്ചയാണ്. നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ സൂപ്പറാണ് കേട്ടോ. നമ്മുടെ അതിൻ്റെ പേര് റാഗി പൗഡർ കുറച്ച് വാങ്ങിച്ച് വെച്ചോളൂ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫംഗ്ഷനൊക്കെ പോകുന്നതിൻ്റെ രാവിലെയോ തലേന്നോ ഒക്കെ നിങ്ങൾക്കിത് ചെയ്യാം കേട്ടോ. കിട്ടും സംഭവമാണ്, തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുമെന്ന് എനിക്കൊരു വിശ്വാസമൊക്കെ ഉണ്ട്. എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്, വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത് കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. കിടക്കാഴ്ചയാണ് കേട്ടോ, അതാ സൂപ്പ് വീണ്ടും പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റ.